ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ യു എയിലോട്ട് വരുന്നവർ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഈ ഒരു ദുബായ് മോള് ബുർജ് ഖലീഫയൊക്കെ. പക്ഷെ ഞാനിവിടെ വന്നിട്ട് രണ്ടര വർഷമായി, ഇതുവരെ എനിക്കിവിടെ പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പലപ്പോഴും പ്ലാൻ ചെയ്യുമെങ്കിൽ പോലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോകാറുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫ കാണണമെന്ന് കേട്ടോ. സോ ആ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വല്ലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളൊരു 9-9:30 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഒരു കസിൻ ബ്രദറുണ്ട് ദുബായിൽ. അപ്പോൾ ആളുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാട്ടിൽ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മാരേജിന് പോകാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ദുബായിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ദുബായ് മോളും പിന്നെ അടുത്ത് തന്നെയല്ലേ ബുർജ് ഖലീഫ. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അത് എല്ലാത്തിനും കൂടി സമയം കിട്ടില്ല, പിന്നെ കുറേ ക്ലോസ്ഡ് ആയിരിക്കും കാരണം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്നത് ഷാർജ വഴി ആയതുകൊണ്ട് അതുകൊണ്ട് സഫാരി മാളിലോട്ടാണ് ആദ്യം കയറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ബ്രദറിനെ കാണുന്നു. അപ്പോൾ 1-2 ചോക്ലേറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ആവശ്യമുള്ള എനിക്ക് കിച്ചണിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മൾ കറാമയിലോട്ടാണ് പോയത് കേട്ടോ. അവിടെയാണ് ബ്രദറുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോസിനൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ദുബായ് മോളിലോട്ട് പോകുന്നത്. സോ നമ്മളവിടെ നിന്ന് കയറി വരുന്നത് ചൈന മോളിലോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഫുൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നല്ല കളർഫുള്ളാണ്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് ആയാലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ദുബായ് മോൾ എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മോളാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് എത്രമാത്രം വലുതാണെന്ന്. യു എയിൽ വരുന്നവർ ആദ്യമേ മെയിൻലി വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഈ ഒരു ദുബായ് മോള്, ബുർജ് ഖലീഫ, അതുപോലെ തന്നെ മിറാക്കിൾ ഗാർഡൻ, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. പക്ഷേ എനിക്കിപ്പോഴാണ് ഇത് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയണം. കാരണം കുറേ പ്ലാൻ ചെയ്ത് ഒന്നും നടന്നില്ല, വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഡ്യൂട്ടിയുടെ ടൈമും രണ്ടുപേർക്കും 2 ഡ്യൂട്ടി ആയിരിക്കും, അങ്ങനെയൊക്കെ പോയി കുറേ നാൾ. പിന്നെ നാട്ടിൽ പോയിട്ടൊക്കെ വന്ന് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങ് ഡിലേ ആയി പോയി കേട്ടോ. എന്തായാലും ഇന്നായിരിക്കും വരാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മോളെന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 1200 ഷോപ്സ് ഈ ഒരു ദുബായ് മോളിൻ്റെ അകത്തുണ്ട്. മിക്കതും നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള മിക്ക ഷോപ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ചൈനീസ് ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു ചൈനീസ് മോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1600 സംതിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതുകൊണ്ട് ഈ ഒരു ദുബായ് മോളിലോട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. സോ ഇവിടെ നേരെ കയറി വരുമ്പോഴേ ഇതുപോലെ ഈ ഒരു ഡിനോസറിൻ്റെ സ്കെൽറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇവർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നും അതേപോലെ തന്നെ ഇതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ വരുന്ന ഇതാണ് അക്വേറിയം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന വലിയൊരു അക്വേറിയം ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അറൗണ്ട് 300 സ്പീഷീസ് ഓഫ് മറൈൻ അനിമൽസ് ഇവിടെ ഉണ്ട്. ഷാർക്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വലിയൊരു അക്വേറിയം ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാം. അറൗണ്ട് എനിക്കൊന്ന് പെർ പേഴ്സൺ 200 ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് ചാർജ്. നമ്മൾ അകത്ത് കയറിയിട്ടില്ലായിരുന്നു, പുറത്ത് നിന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ തോന്നും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫോറിനേഴ്സും അറബ്സും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മോള് തന്നെയാണെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ടൈം ഞാൻ കയറിയോണ്ടായിരിക്കാം ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ എന്തോ വേറൊരു ലോകത്ത് നമ്മൾ വന്നില്ലേ, ആ ഒരു ഫീൽ എനിക്ക് തോന്നിയത് കേട്ടോ. സോ ഇത് കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. നല്ല തിരക്കുമാണ്, കണ്ടാൽ മനസ്സിലാവും നല്ല തിരക്കാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അറൗണ്ട് ഒരു 1200 ഷോപ്സ് ഉണ്ട് ഈ ഒരു മോളിൽ. മെയിൻലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ആണ്. മിക്ക ബ്രാൻഡഡ് ഷോപ്സും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. സോ അങ്ങനെ കുറേ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം. അതുപോലെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റാണ്. അതുപോലെ ക്വാളിറ്റി കാണുമായിരിക്കും. 46 ദിർഹംസ് ഒക്കെ കണ്ടില്ലേ, റേറ്റ് നല്ല റേറ്റാണ്. പക്ഷേ ആൾ നല്ല തിരക്കുണ്ട് കേട്ടോ. മിക്ക ഫോറിനേഴ്സ് ഒക്കെ കാണുന്നു തോന്നുന്നു. നല്ല തിരക്കാണ്. പിന്നെ എല്ലാ ഫ്ലോറിലും ഇതുപോലെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുമ്പം ഇത് വലിയൊരു മോളല്ലേ, ഏതൊക്കെ എവിടെയൊക്കെയാണെന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല ആദ്യമായിട്ട് പോകുന്നവർക്ക്. സോ അതൊന്ന് സെർച്ച് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് കുറേ നടന്നിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഇവിടെ അങ്ങനെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇരിക്കാനല്ലല്ലോ വരുന്നത്, ഇത് ഫുള്ള് കണ്ട് തീരുമ്പോൾ തന്നെ നന്നായിട്ട് സമയമെടുക്കും, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാല് കുറച്ച് കുറേ നടന്ന് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ മടുക്കും കേട്ടോ. എന്നാലും ഒരുപാട് നമ്മൾ മാക്സിമം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുള്ളായിട്ട് മാക്സിമം കാണാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി കാണാത്ത എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വാട്ടർഫോൾ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കൊള്ളാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒരു ഏരിയ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഷോപ്സാണ് മെയിൻലി വരുന്നത്. അപ്പോൾ ഷോപ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു ദുബായ് ഫൗണ്ടനും അതുപോലെ തന്നെ നമ്മുടെ ബുർജ് ഖലീഫയും. സത്യം പറഞ്ഞാൽ ഈ ഒരു ബുർജ് ഖലീഫ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്ത് കണ്ട ഒരു സംഭവമാണിത് കേട്ടോ. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ ബുർജ് ഖലീഫയുടെ അകത്ത് നമുക്ക് പോകാനായിട്ട് പറ്റട്ടെ. നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ തെളിയുമ്പോൾ ഒന്നും കൂടി രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ദുബായ് വിട പറഞ്ഞ് നമ്മുടെ റാസ് അൽ ഖൈമയിലോട്ട് തിരിച്ചെത്തിയത്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, ആക്ച്വലി എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടി ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും നാട്ടിൽ വർക്ക് ചെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജോബും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ ആദ്യമൊക്കെ നല്ല പാടായിരിക്കും. പിന്നെ നമ്മൾ ഇവിടുത്തെ ജോബൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അത് പതുക്കെ അത് സെറ്റ് ആയിക്കോളും. നമ്മളിവിടുത്തെ കാര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജോബ് ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയിക്കോളും കേട്ടോ. പിന്നെ ഇവിടെ ഒരു UAE ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് കാണും, നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമല്ലേ. സോ അത് മാക്സിമം നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഫസ്റ്റ്ലി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.